എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ തിരക്കിനിടയിൽ നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കാൻ നിറങ്ങൾക്ക് കഴിയുമെന്ന്. ഓരോ നിറത്തിനും അതിൻ്റേതായ ഊർജമുണ്ട്. ചില നിറങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു, ചിലത് ശാന്തമാക്കുന്നു, മറ്റു ചിലത് നമ്മിൽ ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്യും. നമ്മുടെ ചുറ്റുമുള്ള ലോകം നിറങ്ങളാൽ സമ്പന്നമാണ്. പ്രകൃതിയിൽ, കലയിൽ, നമ്മുടെ വസ്ത്രങ്ങളിൽ പോലും നിറങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. നിറങ്ങൾക്ക് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ എങ്ങനെ നിറങ്ങൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് മഞ്ഞ നിറത്തെക്കുറിച്ച് സംസാരിക്കാം. സൂര്യൻ്റെ നിറം, സന്തോഷത്തിൻ്റെ നിറം. മഞ്ഞ നിറം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉന്മേഷവും ഊർജവും നിറയും. ഇത് ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു നിറമാണ്. വിഷാദം അകറ്റാനും നല്ല ചിന്തകൾ നൽകാനും മഞ്ഞ നിറത്തിന് കഴിയും. നിങ്ങൾ ഒരു പ്രധാന മീറ്റിങ്ങിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു നല്ല തുടക്കം ആവശ്യമാണെങ്കിലോ മഞ്ഞ നിറത്തിലുള്ള ഒരു വസ്ത്രം അല്ലെങ്കിൽ ആക്സസറി ധരിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മഞ്ഞ നിറം ധരിക്കുന്നത് നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കും. അടുത്തത് ഓറഞ്ച് നിറമാണ്. മഞ്ഞയുടെയും ചുവപ്പിൻ്റെയും ഒരു മിശ്രിതം. ഇത് ഊർജ്ജസ്വലതയുടെയും സർഗാത്മകതയുടെയും പ്രതീകമാണ്. ഓറഞ്ച് നിറം സന്തോഷവും ഉത്സാഹവും നൽകുന്നു. ഇത് സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ആശയവിനിമയം സുഗമമാക്കാനും സഹായിക്കും. നിങ്ങൾക്ക് കൂട്ടുകാരുമായി സമയം ചെലവഴിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോഴോ ഓറഞ്ച് നിറം ധരിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളെ കൂടുതൽ തുറന്ന മനസ്സോടെ സംസാരിക്കാൻ പ്രേരിപ്പിക്കും. ഇനി നമുക്ക് ശാന്തത നൽകുന്ന നിറങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നീല നിറം, ആകാശത്തിൻ്റെയും കടലിൻ്റെയും നിറം. നീല നിറം മനസ്സിൽ സമാധാനവും ശാന്തതയും നൽകുന്നു. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ഉറക്കം നൽകാനും സഹായിക്കും. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ രാത്രി നല്ല ഉറക്കം കിട്ടണമെങ്കിൽ നീല നിറത്തിലുള്ള വസ്ത്രങ്ങളോ ബെഡ്ഷീറ്റുകളോ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. അടുത്തത് പച്ച നിറമാണ്. പ്രകൃതിയുടെ നിറം, വളർച്ചയുടെയും പുതുമയുടെയും പ്രതീകം. പച്ച നിറം മനസ്സിൽ സമാധാനവും ഐക്യവും നൽകുന്നു. ഇത് സമ്മർദ്ദം കുറയ്ക്കാനും കണ്ണുകൾക്ക് കുളിർമ നൽകാനും സഹായിക്കും. നിങ്ങൾക്ക് വീട്ടിലൊരു ശാന്തമായ അന്തരീക്ഷം വേണമെങ്കിൽ ധാരാളം ചെടികൾ വെക്കുകയോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യാം. ഇത് നിങ്ങളുടെ മനസ്സിനെ ഉന്മേഷമുള്ളതാക്കും. ഇനി നമുക്ക് ഊർജം നൽകുന്ന നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചുവപ്പ് നിറം, ശക്തിയുടെയും അഭിനിവേശത്തിൻ്റെയും പ്രതീകം. ചുവപ്പ് നിറം ആത്മവിശ്വാസം നൽകാനും ഊർജം വർദ്ധിപ്പിക്കാനും സഹായിക്കും. നിങ്ങൾക്കൊരു പ്രധാന അവതരണം നടത്താനോ അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാനോ പോവുകയാണെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു ചെറിയ ടച്ച് നൽകുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. എന്നാൽ ചുവപ്പ് അധികമായാൽ അമിത ഉത്തേജനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നതും ഓർക്കണം. അടുത്തത് വയലറ്റ് നിറമാണ്. രാജകീയ നിറം, ആത്മീയതയുടെയും സർഗാത്മകതയുടെയും പ്രതീകം. വയലറ്റ് നിറം പ്രചോദനം നൽകാനും മാനസിക സമാധാനം നൽകാനും സഹായിക്കും. ഇത് നിങ്ങളിൽ ക്രിയാത്മകമായ ചിന്തകൾ ഉണർത്തും. നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ വയലറ്റ് നിറം നിങ്ങൾക്ക് സഹായകരമാകും. ഇനി നമുക്ക് നിഷ്പക്ഷ നിറങ്ങളെക്കുറിച്ച് സംസാരിക്കാം. വെള്ള നിറം, ശുദ്ധിയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകം. വെള്ള നിറം മനസ്സിൽ ശാന്തതയും സമാധാനവും നൽകുന്നു. ഇത് പുതുമയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും സൂചകമാണ്. നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തതയും ശാന്തതയും വേണമെങ്കിൽ വെള്ള നിറം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് ഏത് നിറത്തോടും നന്നായി ചേരും എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തത് ഗ്രേ നിറമാണ്. സമതുലിതാവസ്ഥയുടെയും പക്വതയുടെയും പ്രതീകം. ഗ്രേ നിറം ശാന്തവും വിശ്വസനീയവുമാണ്. ഇത് ചിലപ്പോൾ നിരാശയുണ്ടാക്കാമെങ്കിലും മറ്റു നിറങ്ങളുമായി ചേരുമ്പോൾ ഒരു നല്ല പശ്ചാത്തലം നൽകും. ഗ്രേ നിറം നിങ്ങളുടെ ചുറ്റുപാടിന് ഒരു ക്ലാസിക് ലുക്ക് നൽകും. എന്നാൽ ഇത് ഒറ്റയ്ക്ക് ഉപയോഗിക്കാതെ മറ്റ് വർണ്ണാഭമായ നിറങ്ങളോടൊപ്പം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഭംഗിയുണ്ടാകും. ഓരോ വ്യക്തിക്കും ഓരോ നിറത്തിനോടും വ്യത്യസ്തമായ ഇഷ്ടമുണ്ടാവാം. ഒരു നിറം ഒരാൾക്ക് സന്തോഷം നൽകുമ്പോൾ മറ്റൊരാൾക്ക് അത് അങ്ങനെയല്ലായിരിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും അന്നത്തെ നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്കും അനുസരിച്ച് നിറങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം ധരിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ദിവസവും രാവിലെ വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ അന്നത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഊർജം ആവശ്യമാണെങ്കിൽ ചുവപ്പോ ഓറഞ്ചോ തിരഞ്ഞെടുക്കാം. ശാന്തതയാണ് വേണ്ടതെങ്കിൽ നീലയോ പച്ചയോ നല്ലതാണ്. നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിറങ്ങൾ ഉപയോഗിക്കുന്നതും മാനസികാവസ്ഥയെ സ്വാധീനിക്കും. കിടപ്പുമുറിയിൽ ശാന്തമായ നിറങ്ങളും ലിവിംഗ് റൂമിൽ ഊർജ്ജസ്വലമായ നിറങ്ങളും നൽകാം. ക്ഷണത്തിനും നിറങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. വിവിധ നിറങ്ങളിലുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ശരീരത്തിന് മാത്രമല്ല
മനസ്സിനും നല്ലതാണ്. നിറങ്ങൾ വെറും കാഴ്ചകൾ മാത്രമല്ല, അവയ്ക്ക് നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും ഉണർത്താൻ കഴിയും. നിങ്ങളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താൻ നിറങ്ങളെ ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇന്നു മുതൽ നിങ്ങളുടെ വസ്ത്രങ്ങളിലും ചുറ്റുപാടുകളിലും നിറങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ശ്രദ്ധിക്കുക. ഓർക്കുക, ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ മാനസികാവസ്ഥയെ പോസിറ്റീവായി നിലനിർത്താൻ നിറങ്ങളെ ഒരു പങ്കാളിയാക്കുക. കാരണം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? അത് നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.